ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട സംഭവം. ആ കൊല നടന്നത് എങ്ങനെയാണ്? ബോംബാക്രമണം ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് തെഹ്റാൻ ഗസ്റ്റ് ഹൌസിലേക്ക് സ്ഫോടക വസ്തുക്കൾ കടത്തിയത്? ഹൈടെക് രീതിയിലെ ഓപ്പറേഷൻ ആയിരുന്നു? നിരവധി ചോദ്യങ്ങളാണ് ഹനിയ വധത്തെ ചുറ്റിപ്പറ്റി ഉയരുന്നത്. ഹമാസിന്റെ ഉന്നത നേതാവായ ഇസ്മായിൽ ഹനിയെ ഓഗസ്റ്റ് 1 ബുധനാഴ്ചയാണ് തെഹ്റാനിൽ വധിച്ചത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇറാനിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം നേതാവ് കൊല്ലപ്പെട്ടത് എയർബോൺ പ്രൊജക്ടൈൽ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ എന്നാണ്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് ഓഗസ്റ്റ് 1 പ്രാദേശിക സമയം പുലർച്ചെ 2 മണിയോടെയാണ് ഹനിയ കൊല്ലപ്പെട്ട സ്ഫോടനം നടക്കുന്നത്. ഇറാനു പുറത്തുനിന്ന് ഡ്രോൺ ഉപയോഗിച്ച് 3 മിസൈലുകൾ വിക്ഷേപിച്ചതായും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെ തലവൻ സിയാദ് അൽ നഖ്ല അടുത്ത മുറിയിൽ താമസിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മുറിക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. ഇത് സൂചിപ്പിക്കുന്നത് ഹനിയയുടെ കൊലപാതകം തീർച്ചയായും ആസൂത്രിതമായിരുന്നു എന്നാണ്. എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിലേക്ക് രഹസ്യമായി കടത്തിയ സ്ഫോടക വസ്തു വെച്ചാണ് ഹനിയെ കൊലപ്പെടുത്തിയത് എന്നാണ്. 2 ഇറാനികൾ ഉൾപ്പെടെ 7 പശ്ചിമേഷ്യൻ ഉദ്യോഗസ്ഥരെയും 1 അമേരിക്കൻ ഉദ്യോഗസ്ഥനെയും ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് പറയുന്നതനുസരിച്ച് 2 മാസം മുമ്പ് ഗസ്റ്റ് ഹൌസിലെ ഹനിയയുടെ കിടപ്പുമുറിയിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചു എന്നാണ്. വടക്കൻ തെഹ്റാനിലെ വിപുലമായ നെഷാദ് കോമ്പൗണ്ടിന്റെ ഭാഗമായ ഗസ്റ്റ് ഹൌസ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ആണ് നിയന്ത്രിക്കുന്നതും സംരക്ഷിക്കുന്നതും. തെഹ്റാൻ സന്ദർശിച്ചപ്പോൾ ഹനിയെ പലതവണ ഗസ്റ്റ് ഹൌസിൽ താമസിച്ചിരുന്നതായി പശ്ചിമേഷ്യൻ ഉദ്യോഗസ്ഥർ NYT-യോട് പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ഹൈടെക് ഉപകരണമാണ് ബോംബെന്ന് 2 സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ആക്സിയോസ് NYT റിപ്പോർട്ട് ചെയ്തു. ഹനിയ മുറിയിൽ ഉണ്ടെന്ന് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് ഇറാനിയൻ മണ്ണിലുണ്ടായിരുന്ന മൊസാദ് പ്രവർത്തകർ സ്ഫോടനം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2 ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഗാർഡ്സ് ആക്രമണത്തെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. കൊലപാതകത്തിന്റെ കൃത്യതയും സങ്കീർണതയും 2020 ഇറാനിലെ ഉന്നത ആണവ ശാസ്ത്രജ്ഞനായ മോസൻ ഫക്രിസാദയെ കൊല്ലാൻ ഇസ്രായേൽ ഉപയോഗിച്ച അതേ രീതി, ആ രീതിയുമായി സാമ്യമുണ്ടെന്ന് NYT റിപ്പോർട്ടും പറയുന്നു. വിദൂരമായി പ്രവർത്തിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ട്. ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും സൈനിക കമാൻഡർമാരും 86 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരും പാർലമെന്റിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ തെഹ്റാൻ വർദ്ധിച്ച സുരക്ഷയിലായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹനിയയുടെ കൊലപാതകം ഇറാനെ വല്ലാതെ നാണം കെടുത്തി. പെസഷ്കിയാനും ഇതൊരു രാഷ്ട്രീയ വെല്ലുവിളിയായി. എന്തായാലും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി IRGC അറിയിച്ചു. മാത്രമല്ല, ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനി ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങളുടെ അടിയന്തര യോഗത്തിൽ പ്രതികാരമായി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഉത്തരവിട്ടു. ഹമാസും ഇറാനും കൊലപാതകത്തിന് ഇസ്രായേലിനെ ഒരേ സ്വരത്തിൽ കുറ്റപ്പെടുത്തി. മറ്റ് US ഉദ്യോഗസ്ഥരും ഇതേ നിഗമനത്തിലെത്തി. എന്നാൽ ഇസ്രായേൽ ഇപ്പോഴും ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്നു. ഈ മൗനത്തിന് പിന്നിൽ എന്താണെന്ന് കണ്ടുതന്നെ അറിയണം.